റിവ്യൂ എന്ന് പറഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ജസ്റ്റ് ഒരു ക്യൂക്ക് മേക്കപ്പ് ട്യൂട്ടോറിയലും ഒരു ചെറിയ ഹെയർ സ്റ്റൈലും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ്. ഞാൻ വിചാരിച്ചു ഇതും കൂടി ഒരു വീഡിയോ ആക്കാം, എന്തുകൊണ്ട് വീഡിയോ ആക്കി കൂടാ, അതാണല്ലോ നമ്മുടെ കണ്ടൻറ്റൊക്കെ. അപ്പം അങ്ങനെ കാര്യമായിട്ട് ഒന്നുമില്ല, നമ്മളെപ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെ. പക്ഷേ ലൈവായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒരു മേക്കപ്പ് ട്യൂട്ടോറിയലോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചിറ്റ് ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ കൂടി ആയിരിക്കും കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. ആൻഡ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് വേഗം തന്നെ വീഡിയോയ്ക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എല്ലാവരും പറയണ പോലെ തന്നെ ഒരു മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. ഹിമാലയൻ്റെ ബേബി ക്രീമാണ് കേട്ടോ. ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്നുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാനും കൂടിയിട്ടാണ് കേട്ടോ ഈ ഗെറ്റ് റെഡി വിത്ത് മീ എടുക്കണത്, അല്ല ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യണത്. ഇപ്പോൾ ചൂടുകാലമല്ല, അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യണില്ല. ബേബി ക്രീമായ കാരണം നമുക്ക് കയ്യിൽ വിടാം. പിന്നെ നന്നായി വേർക്കണുണ്ട് കേട്ടോ, കാരണം ഫാൻ സ്പീഡ് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഫുൾ സ്പീഡാകുമ്പോൾ ഭയങ്കര നോയ്സായിരിക്കും വീഡിയോയിൽ, അത് കാരണം സ്പീഡ് കുറച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ നന്നായിട്ട് വേർക്കണുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിപ്പോൾ വന്നിട്ടേ ഉള്ളൂ കേട്ടോ, എന്നിട്ടാണ് ഈ വേർക്കണേ. കുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയില് കഴുകാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുഖത്ത് ഒരുപാട് ഡാർക്ക് സ്പോട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ ആവശ്യമില്ല, പക്ഷെ ഒരു ഭംഗിക്ക് മാത്രം കുറച്ച് കൺസീലറോ ഫൗണ്ടേഷനോ ബി ക്രീമോ, ഇപ്പോൾ ബി ക്രീമൊക്കെ ഉപയോഗിക്കണമായിരിക്കും. ഞാനിവിടെ പോൺസിൻ്റെ ഒരു ബി ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനത് കണ്ണിൻ്റെ താഴെ, അതുപോലെ എനിക്ക് ചിന്നേരിയയിലൊക്കെ കുറച്ച് ഡാർക്ക്നെസ് ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ മാത്രം ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്യണ ഭാഗത്തൊക്കെ എനിക്ക് നന്നായിട്ട് ടാൻ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കണത്. ബ്രഷും സ്പഞ്ചൊന്നും എടുക്കണില്ല, മടിയായ കാരണമാണ്. അപ്പോൾ നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് 1 ഇയറിന് മേലെ ആയിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കണതെന്നല്ല, പ്ലാൻ ചെയ്യണത് തന്നെ. അതിന് വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കണത്. എന്താ പറയുക, നമ്മൾ ആദ്യം ഇൻഫോർമേറ്റീവ് വീഡിയോസൊക്കെയാണ് ചെയ്തിരുന്നത് അല്ലേ. ഓരോ ടോപ്പിക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, കുറച്ചുകൂടെ വ്ളോഗിങ്ങിലേക്കാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണത്. എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ട് വേറൊരു ചാനൽ തുടങ്ങണം എന്ന് എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ തന്നെ മര്യാദയ്ക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണില്ല. ഇപ്പോൾ വേറൊരു ചാനലും കൂടി തുടങ്ങിയിട്ട് രണ്ടും കൂടി ആയിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അപ്പോൾ ഇതൊന്ന് എവിടെയെങ്കിലും എത്തിച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാമെന്നാണ് ഞാൻ വിചാരിക്കണേ. നമ്മൾ ഡാർക്ക്നെസ് ഉള്ള ഏരിയയിൽ മാത്രം കേട്ടോ ഇതിട്ട് കൊടുക്കണത്. നല്ലൊരു കവറേജും കൂടി കിട്ടും ഒരു ബേബി ക്രീം ഇടുമ്പോൾ. പെരുന്നാളൊക്കെ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത്, പെരുന്നാളായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല. 2 സിനിമ കണ്ടു, ആടുജീവിതം, ആവേശം കണ്ട്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിവിടെ പൊന്നാനിയിൽ തന്നെ കർമ്മമുണ്ടല്ലോ, അവിടെ കുറച്ച് നേരം പോയി ഇരുന്നിട്ടുണ്ട് 1-2 ദിവസം. വേറെ എവിടെയും പോയിട്ടുമില്ല, വന്നിട്ടുമില്ല. നമ്മളെ സിറ്റുവേഷൻ ഇപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഷെയർ ചെയ്യാം. എന്താ പറയുക, വീഡിയോസ് ചെയ്യാത്തതിനും ഒക്കെ എന്താണ് റീസൺ എന്നുള്ളത് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെ ബേസ് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലേക്ക് എടുക്കും. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, ജസ്റ്റ് ഒന്ന് ഈ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചെറിയ ചെറിയ സ്ട്രോക്സ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. എൻ്റെ കാടൻ പിരിക്കും. ഇപ്പം എനിക്കിവിടെ ചെറിയൊരു പാടുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഡ്രസ്സിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ളൊരു ലിപ് ഷെയ്ഡാണ്. അപ്പം അത് തന്നെ നമുക്ക് കണ്ണിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക.
വാസ് എ നൈസ് മൂവ്. സെറ്റായില്ലേ? നമുക്ക് ഒപ്പം തന്നെ ബ്ലഷും ചോമൊന്ന് തുടുക്കട്ടെ. ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ വൈറൽ ഷെയ്ഡ് ഡാസ്ലറിൻ്റെ DLC 025 എന്നുള്ളൊരു ഷെയ്ഡില്ലേ, എല്ലാവരും യൂസ് ചെയ്യുന്ന ഷെയ്ഡാണ്. വെറുതെ യൂട്യൂബേഴ്സ് മേടിച്ചിട്ട് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. എല്ലാ സ്കിൻ ടോണിനും ചേർന്ന ടൈപ്പ് ഓഫ് ഷെയ്ഡാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി മനസ്സിലായ കാര്യമാണ്. ഒരു 200 രൂപക്ക് ഈ സംഭവം കിട്ടും കേട്ടോ. അടിപൊളിയാണ്. ഓക്കെ, ഈ ഒരൊറ്റ സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഐ ഷാഡോ ആയിട്ടും ബ്ലഷ് ആയിട്ടും ഈവൻ കോണ്ടോർ ആയിട്ട് വരെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ കോണ്ടോർ ഞാനങ്ങനെ പേഴ്സണലി യൂസ് ചെയ്യാറില്ല. ഇനി നമുക്ക് നമ്മുടെ ഐലൈനർ എടുത്തിട്ട് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞു വാലിട്ട് കൊടുക്കാം. വാല് മാത്രം നേരൊക്കെ ഇത് എന്തായാലും പരക്കുന്നുള്ളത് 100% ഷുവറാണ്. അപ്പോൾ ആ ഒരു പരിപാടിക്ക് നമ്മൾ നിൽക്കുന്നില്ല. സെറ്റിൽ ഗായ്സ്. ഒരു ഡെയിലി ബേസിസ് മേക്കപ്പ് ആട്ടോ ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ മസ്കാര ഞാൻ യൂസ് ചെയ്യണില്ല. കാരണം എൻ്റെ കയ്യിലുള്ള മസ്കാര ഇട്ട് കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ നല്ല പാടാണ്. ഡെയിലി ബേസിസിലൊക്കെ അത്രയും കട്ടുള്ള സംഭവം നമ്മൾ ഇതിൽ ഇടാതിരിക്കണതായിരിക്കും. എനിക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഒരു ഹൈലൈറ്റർ, പേൾ ഇല്ലുമിനേറ്റർ മേക്കപ്പ് ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് സിസ് ബ്യൂട്ടിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഗോൾഡൻ പിങ്ക് 01 ആണ് ഷെയ്ഡ്. അപ്പോൾ അത് ഈ ബ്ലഷിന് മേലെ കൂടെ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് തിളങ്ങട്ടെ. ഇപ്പോൾ ഡൂയി ഗ്ലൂയി അങ്ങനത്തെ മേക്കപ്പ് ലുക്കാണല്ലോ കൊറിയൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു എൻ്റെ ഇന്നർ ഗ്ലോ കണ്ടു നിങ്ങൾ. അപ്പം അത്രേ ഉള്ളൂ. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്ര മിനിറ്റിനുള്ളിൽ വെറും ഫ്യൂ മിനിറ്റ്സ് ഓക്കെ, അത്രേൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ലുക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു കുഞ്ഞ് ഹെയർ സ്റ്റൈലും കൂടി ആവാം. അതിന് വേണ്ടിയിട്ട് എന്താ ഹെയർ ആക്സസറീസും ചീർപ്പും ഒക്കെ എടുത്തിട്ട് വരാം. ഓക്കെ ഗൈസ്. ഇപ്പോൾ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഹെയർ സ്റ്റൈലാണ്. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് സെക്ഷൻസ് ഇങ്ങനെ എടുത്തിട്ട് ഇടാം. എനിക്ക് പിന്നെ കുറേ വെട്ടിയിട്ട കുന്ത്രാണ്ടങ്ങളുള്ള കാരണം എളുപ്പമാണ്. ഓക്കെ, എന്നിട്ട് ബാക്കി സെക്ഷൻസ് നമ്മൾ 4 വരെയെടുക്കാം. കണ്ടോ? എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യാം. അതെങ്ങനെയാണ് സെക്യൂറായിട്ട് ഇരുന്നു കേട്ടോ. ഇവിടെ അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഗ്യാപ്പുള്ള കോമ്പ് യൂസ് ചെയ്യാം കേട്ടോ. 4 വിരലെടുക്കുക, ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഈ സംഭവം വിടാണ്ട് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഹെയർ ടൈ വെക്കുമ്പോൾ അതങ്ങനെ സെക്യൂറായിട്ട് ഇരുന്നോളും. ഇല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. നന്നായിട്ട് മുറുക്കിയിട്ട് സെക്യൂർ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിൽ കെട്ടി വെക്കണമെങ്കിൽ കെട്ടി വെക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ലൂസായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം.
എനിക്കിപ്പോൾ നെറ്റി കയറിയ കാരണം കേട്ടോ ഞാൻ ഈ സെക്ഷൻസ് ഇങ്ങനെ എടുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതാ കണ്ടു, അങ്ങനെ സെക്ഷൻസ് ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രസമുണ്ടാവും. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ചൂടല്ലേ, വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ഞാൻ എന്തായാലും മുടി ടൈ ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ ഒരു കുഞ്ഞി ക്ലിപ്പ് വെച്ചിട്ട് ടൈ ചെയ്യാവുന്നതേ ഉള്ളൂ എൻ്റെ മുടി. അപ്പോൾ നമ്മുടെ ഹെയർ സ്റ്റൈലും ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് വിചാരിക്കണേ. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സംസാരിച്ചിട്ട് നമ്മൾ മേക്കപ്പ് വീഡിയോസും ഹെയർ സ്റ്റൈൽസും ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യണേ. വീഡിയോക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോ തൊട്ടിട്ട് അത് എന്താണ് കുഴപ്പമെന്നുള്ളത് നിങ്ങൾ പറഞ്ഞാലല്ലേ എനിക്ക് കാണുമ്പോൾ അത് പറഞ്ഞാലല്ലേ എനിക്കറിയുള്ളൂ. അപ്പോൾ അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് പറയുക. വേറെ എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇനി ബാക്ക് ടു ബാക്ക് വീഡിയോസ് ഉണ്ടാവും കേട്ടോ. എനിക്കിപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. ചാനൽ എന്തായാലും നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.